നമ്മൾ ഇന്ന് കാണുന്ന കേരളം അതെങ്ങനെയാണ് ഇങ്ങനെയായത്? ഇതിനു പിന്നില് ഒരു വലിയ ചരിത്രമുണ്ട്. ഒരു സമൂഹത്തെ അടിമുടി ഉടച്ചുവാർത്ത ചില ദീർഘദർശികളായ മനുഷ്യരുടെ കഥ. അതെ, ഇന്നത്തെ നമ്മുടെ ഈ വിവരണത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിന്റെ ശില്പികളെക്കുറിച്ചാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. സഹോദരൻ അയ്യപ്പിന്റെ ഈ വാക്കുകൾ ഇതൊരു സാധാരണ മുദ്രാവാക്യമല്ല, ഇതൊരു പൊട്ടിത്തെറിയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലായിരിക്കണം ഇത്രയും തീവ്രമായൊരു ആശയം മുന്നോട്ടു വെക്കേണ്ടി വന്നത്? 19ാം നൂറ്റാണ്ടിലെ കേരളം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ജാതിയുടെ ഇരുമ്പ് മതിലുകൾ കൊണ്ട് കെട്ടിയടച്ചൊരു നാട്, തൊട്ടാൽ അശുദ്ധമാകുന്ന, വഴിനടക്കാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യർ. വിദ്യാഭ്യാസം എന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നൊരു കാലം. ഈയൊരു ഇരുട്ടിലേക്കാണ് ചില ധീരരായ വ്യക്തികൾ വെളിച്ചവുമായിട്ട് കടന്നുവന്നത്. അപ്പോ ആരായിരുന്നു ഈ സമൂഹത്തെ പുനർനിർമ്മിച്ച ആ ശില്പികൾ? നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചുനോക്കാം. ആദ്യത്തേത്, മാറ്റം തുടങ്ങിയത് നമ്മുടെ ചിന്തകളിലാണ്. സമൂഹത്തെ ഭരിക്കുന്ന നിയമങ്ങളെയും വിശ്വാസങ്ങളെയും തന്നെ അവർ നേർക്കുനേർ ചോദ്യം ചെയ്തു. ആരായിരുന്നു ആ ദാർശനികർ? നമുക്ക് നോക്കാം. ഈ മുന്നേറ്റത്തിന്റെ ഏറ്റവും മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അദ്ദേഹം വെച്ച ഓരോ ചുവടും ഒരു വിപ്ലവമായിരുന്നു. 1888-ൽ അരുവിപ്പുറത്തൊരു ശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ ശരിക്കും അദ്ദേഹം തകർത്തത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കോട്ടയാണ്. പക്ഷെ അതവിടെ നിർത്തിയില്ല. ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 1903-ൽ SNDPക്ക് രൂപം കൊടുത്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന അദ്ദേഹത്തിന്റെ ദർശനം വെറും വാക്കുകളായിരുന്നില്ല, അതൊരു പ്രവർത്തന പദ്ധതി തന്നെയായിരുന്നു. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ നവോത്ഥാനത്തിന് ഒരൊറ്റ മുഖമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവമെന്ന് പറഞ്ഞ് വ്യക്തിപരമായ മാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ, ശ്രീനാരായണ ഗുരു ആത്മീയതയെ സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഒരു വലിയ ആയുധമാക്കി മാറ്റി. ലക്ഷ്യം ഒന്നായിരുന്നു, പക്ഷെ വഴികൾ പലതായിരുന്നു. ഈയൊരു ചിന്താവിപ്ലവം ഗുരുവിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കേട്ടോ. അതിനും എത്രയോ മുമ്പ് വൈകുണ്ഠസ്വാമികൾ സമത്വസമാജം എന്ന ആശയത്തിന് തുടക്കമിട്ടു. ചട്ടമ്പിസ്വാമികൾ തന്റെ എഴുത്തിലൂടെ അധികാരത്തെ നേർക്കുനേർ ചോദ്യം ചെയ്തു. തൈക്കാടയ്യാവട്ടെ ജാതിയുടെ വേലിക്കെട്ടുകൾ തകർക്കാൻ പന്തിഭോജനം നടത്തി. ഓരോരുത്തരും ഓരോ കല്ലുകളാണ് ആ പുതിയ കേരളത്തിനായി പാകിയത്. വെറും ആശയങ്ങൾ മാത്രം മതിയോ? പോരല്ലോ. ഈ ചിന്തകളൊക്കെ എങ്ങനെയാണ് തെരുവിലിറങ്ങി പ്രവർത്തിച്ചത്? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നേർക്കുനേർ പോരാട്ടങ്ങൾ. ഈ പോരാട്ടങ്ങളുടെ എല്ലാം മുഖമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യങ്കാളിയെയാണ്. 1893-ല് ആർക്കും നടക്കാൻ പാടില്ലാത്ത വഴിയിലൂടെ അദ്ദേഹം ഒരു വില്ലുവണ്ടി ഓടിച്ചു പോയപ്പോ അതൊരു വെറും യാത്രയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. പിന്നീട് വിദ്യാഭ്യാസത്തിനായി ഒരു സംഘടനയുണ്ടാക്കി. അതിന്റെ എല്ലാം പാരമ്യമായിരുന്നു 1915-ലെ കല്ലുമാല സമരം. അടിമത്തത്തിന്റെ അടയാളമായിരുന്ന കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞപ്പോ ആ സ്ത്രീകൾ പ്രഖ്യാപിച്ചത് അവരുടെ സ്വന്തം ആത്മാഭിമാനമാണ്. ഇതായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി, സംഘടന. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമരം ചെയ്യുന്നതിനു പകരം ഓരോ വിഭാഗവും സ്വന്തം അവകാശങ്ങൾക്കായി പ്രസ്ഥാനങ്ങളുണ്ടാക്കി. അയ്യങ്കാളി മുതൽ മന്നത്ത പത്മനാഭൻ വരെ ഓരോ നേതാവും തങ്ങളുടെ ജനതയെ സംഘടിപ്പിച്ചു. കാരണം മാറ്റം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഒരുമിച്ചു നിൽക്കണമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. വിമോചനത്തിനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്തായിരുന്നു? വിദ്യാഭ്യാസം തന്നെ. 1831-ൽ ചാവറയച്ചൻ മുന്നോട്ടുവെച്ച ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന ആശയം, അത് കേരളത്തിന്റെ തലവര മാറ്റിയൊരു തീരുമാനമായിരുന്നു. അറിവാണ് യഥാർത്ഥ ശക്തിയെന്ന് അവർ ലോകത്തിനു കാണിച്ചുകൊടുത്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ തൂണാണ്. ഇവിടെ ആയുധം തോക്കോ വാളോ അല്ല, വാക്കുകളായിരുന്നു. പേന കൊണ്ടും അച്ചടി കൊണ്ടും വലിയ കോട്ടകൾ തകർത്ത എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും ലോകത്തേക്ക് ഒന്നോർത്തു നോക്കൂ. 1929-ൽ VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം വരുമ്പോ എന്തൊരു കോളിളക്കമായിരിക്കും ഉണ്ടാക്കിയത്. അതുവരെ അടുക്കളയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകളുടെ വേദനകൾക്ക് അദ്ദേഹം ഒരു വേദി കൊടുത്തു. അതോടെ സ്വകാര്യ ദുഃഖങ്ങൾ പൊതുചർച്ചയായി മാറി. സ്വദേശാഭിമാനി, ആ പേരുപോലെ തന്നെ ഒരു ഭയവുമില്ലാത്ത പത്രം. വക്കം മൗലവിയുടെ പത്രം, രാമകൃഷ്ണപിള്ളയുടെ വാക്കുകൾ, അത് അധികാരികളുടെ ഉറക്കം കെടുത്തി. ഒടുവിൽ 1910-ൽ അദ്ദേഹത്തെ നാടുകടത്തി. സത്യം വിളിച്ചു പറഞ്ഞതിനുള്ള വിലയായിരുന്നു അത്. അതുപോലെ കുമാരനാശാൻ പത്രാധിപരായിരുന്ന വിവേകോദയം, അതൊരു വെറും മാഗസിനായിരുന്നില്ല, മറിച്ച് SNDP പ്രസ്ഥാനത്തിന്റെ ശബ്ദമായിരുന്നു.
ഗുരുവിന്റെ ആശയങ്ങളെ സാധാരണക്കാരന്റെ ഭാഷയിൽ അവരിലേക്കെത്തിച്ച ഒരു മീഡിയം. ഇനി ഈ വരികൾ കേൾക്കൂ. മാറ്റുവിൻ ചട്ടങ്ങളെ. കുമാരനാശാന്റെ ഈ 2 വാക്കുകൾ അത് വെറുമൊരു കവിതയല്ലായിരുന്നു. അത് കേരള നവോത്ഥാനത്തിന്റെ തന്നെ ആക്ഷൻ പ്ലാനായി മാറി. വെറും പരിഷ്കാരങ്ങളല്ല, നിയമങ്ങളെ തന്നെ മാറ്റിമറിക്കാനുള്ളൊരു ആഹ്വാനം. അങ്ങനെ സാഹിത്യം ഒരു പോർക്കളമായി മാറി. പണ്ഡിറ്റ് കറുപ്പൻ പാട്ടുകളിലൂടെ ജാതിയെ നേരിട്ടു. രാമകൃഷ്ണപിള്ള പുതിയ ലോകചിന്തകളെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. ആശാനാണെങ്കിലോ കവിതകളിലൂടെ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇവയെല്ലാം ഓരോ തീപ്പൊരികളായിരുന്നു. അപ്പോൾ ഈ വലിയ പോരാട്ടങ്ങൾക്കെല്ലാം ശേഷം, ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും നടന്ന ഈ യുദ്ധങ്ങൾക്കെല്ലാം ശേഷം അവർ പടുത്തുയർത്തിയ ആ പുതിയ കേരളം അതെങ്ങനെയായിരുന്നു? ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ആഴത്തിലുള്ള ചിന്ത, തെരുവിലെ പോരാട്ടം, പിന്നെ മൂർച്ചയുള്ള വാക്കുകൾ. ഈ 3 കാര്യങ്ങളും ഒരുമിച്ചപ്പോഴാണ് ഇന്നത്തെ കേരളം ഉണ്ടായത്. ഒന്ന് മറ്റൊന്നിന് ശക്തി പകർന്നു. അവർ ജാതിയുടെ മതിലുകൾ ഇടിച്ചു, എല്ലാവർക്കും വേണ്ടി അറിവിന്റെ വാതിലുകൾ തുറന്നിട്ടു, ഒതുക്കപ്പെട്ടവർക്ക് സംസാരിക്കാനൊരു വേദി നൽകി. പക്ഷേ ഈ പോരാട്ടമൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യമാണോ? ഈ ശില്പികൾ അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയില്ലേ? അവർ തുടങ്ങിയ ആ പണി പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു.